ഹായ്, സ്വീസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മാർക്കിംഗ് ഒക്കെ കാണിച്ചു തരാം. ഈ മാർക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് ഞങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് ഫസ്റ്റ് ലെന്ത് നോക്കണം. ഈ തുണിയുടെ ലെന്ത് എത്രയുണ്ടെന്ന് ഫുള്ളായിട്ട് നോക്കാം. ഇത് 59.5 ഇഞ്ച് ലെന്ത് ഉണ്ട്. നമുക്ക് എത്രയാണ് ലെന്തിൻ്റെ ആവശ്യമുള്ളത്? ടോട്ടലായിട്ട് 58.5 ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഞങ്ങൾ എടുക്കുമ്പോൾ 58.5 ഇഞ്ച് ഫസ്റ്റായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് 58.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 57.5 ഇഞ്ച് ഫിനിഷിങ് പറയേണ്ടതാണ്. അപ്പോൾ 58.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വര വരച്ചു കൊടുക്കണം. ഫസ്റ്റ് ഞങ്ങൾ 58.5 ഇഞ്ച് തന്നെ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വരച്ചു കൊടുക്കണം കറക്റ്റായിട്ട്. രണ്ട് സൈഡും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. അമ്പത്തി 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു വര വരച്ചു കൊടുക്കുക. നമ്മൾ ഫുള്ള് ലെന്ത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സ്കെയില് സ്ട്രൈറ്റ് സ്കെയിലാണ്. ഈ സ്ട്രൈറ്റ് സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തു. ഈ വരച്ചു കൊടുത്ത് ഇനി ഞങ്ങൾ ഈ വരയിലേക്ക് തന്നെ ഞങ്ങൾ മടക്കിയെടുക്കുക. കറക്റ്റ് മടക്കിയിട്ട് എടുക്കാം. ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തു. ഈ ബാക്കിയുള്ള ഈ പീസ് ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഈ എക്സ്ട്രാ ആയിട്ടുള്ള പീസ് ഇത് നമുക്ക് നാടയിലേക്ക് ആവശ്യം വരും. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുക. 2.25 ഇഞ്ച് നെക്കിൻ്റെ വീതിയാണ്. അതേപോലെ ഫ്രണ്ട് നെക്ക് ലെന്ത് നമ്മൾ എടുത്തത് അളവ്, ഫ്രണ്ട് നെക്കിൻ്റെ അളവ് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിലേക്ക് കൊടുക്കുന്ന ഷേപ്പ് ഞാൻ വി ഷേപ്പ് പോലെ കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കെയിലെടുക്കാം. ഈ ഒരു സ്കെയിൽ കൊണ്ട് നമ്മുടെ കർവ് സ്കെയിലെടുത്ത് ഇതിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ വെക്കണം. സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് വയ്ക്കാം. സ്കെയില് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കും. ഈ ഷേപ്പ് വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ ഈ ഷേപ്പ് നന്നായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കി അളവെടുക്കുന്നത് ബാക്ക് നെക്കാണ്. അത് ഞങ്ങൾ ഫസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ബാക്ക് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം.